തെക്കൻ കേരളത്തിൽ അമ്പലങ്ങളിൽ വരുന്ന ഒരു ഉത്സവ പരിപാടിയാണ് കളങ്കാവൽ. എല്ലാ അമ്പലങ്ങളിലില്ല, ഭദ്രകാളിയോട് ചേർന്നിട്ടുള്ള ഭദ്രകാളി പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. സോ അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭദ്രകാളി ദാരിക എന്ന അസുരനെ തേടി പോകുന്നതും വധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥ, കളങ്കാവൽ എന്ന് പറഞ്ഞ പേര്. സോ അതിൽ ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ തടിച്ചു കൂടുന്നത് ഈ ഭദ്രകാളി വേഷം അണിഞ്ഞ കക്ഷി ദാരികേനെ ഇങ്ങനെ തപ്പി അമ്പലത്തിന് ചുറ്റും നടക്കുന്നതും മറ്റൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പോയിന്റ് ആ ഒരു ഉത്സവത്തിൻ്റെ. ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സിനിമയുടെ പേര് വന്നപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻസ് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പേര് വന്നു, വാട്ട് ഈസ് ദിസ് പേര്, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് ഗൈസ് എന്ന് തപ്പിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഉത്സവന കഥ ഉള്ളത് ഞാൻ അറിഞ്ഞത്. പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കഥ, ഇങ്ങനത്തെ ഒരു കഥ അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഒരു കഥ ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യം. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ഇൻ്റർവ്യൂ ദാറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ആൾ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി ചേച്ചി ചോദിച്ച കാര്യം നമുക്കെന്നെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സ്ക്രിപ്റ്റുമായിട്ട് വരാം, ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാമെന്നൊക്കെ പറയും. അതിനൊക്കെ ഒരു മറുപടി നമുക്ക് പറയുന്ന രീതി ദാറ്റ് വാസ് സോ നൈസ്. അതിനേക്കാൾ അടിപൊളിയാണ് ഗൈസ് ഈ ഒരു സിനിമ. എന്തുകൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം? ബിക്കോസ് ഓഫ് ദ വേ ദിസ് സ്റ്റോറി ഈസ് ബീങ് ടോൾഡ്. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഈ ഒരു കഥ ഡയറക്ടർ പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, സാധാ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലിംഗ് സിനിമകളിൽ കണ്ട് പരിചയിക്കാത്ത രീതി. ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പ്രത്യേക BGM ഒന്നുമില്ല, ഒരു ഞാനാണ് വില്ലൻ, തുടക്കത്തിൽ ഞാനാണ് വില്ലൻ എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. സോ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന കക്ഷിയാണ് വില്ലൻ. സോ ഞാൻ ഈ സിനിമ എന്തിന് കാണണം? രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷി നമ്മുടെ നായകൻ നത്തൻ, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, എങ്ങനെ സ്റ്റാൻലിയെ കണ്ടുപിടിക്കുന്നു, കുറ്റവാളി എങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നടക്കുന്നത്, നീതിയുടെ മുന്നിൽ കൊണ്ട് വലിച്ചിടുമോ അല്ലെങ്കിൽ പ്രതികാരദാഹിയായിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ഒരു എന്നെയും എൻ്റെ ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്തിയ ഒരു കാരണം അതായിരുന്നു. ഹൗസ് ദ ഡയറക്ടർ ഗോൺ എൻഡ് ദി സ്റ്റോറി. ദാറ്റ് വാസ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. ആൻഡ് ഈ കഥ പറഞ്ഞ രീതി ചാപ്റ്റർ വൈസ് ആയിട്ടാണ്. 4, 5, 6 ചാപ്റ്റേഴ്സ് എന്തുകൊണ്ട് ഈ സിനിമയിൽ. ഓരോ ചാപ്റ്റർ 5-10 മിനിറ്റ് സംതിങ് ഒന്ന് തീർക്കുകയുണ്ട്. ഓരോ ചാപ്റ്ററിന് ഓരോ പേരുണ്ട്, ആ പേര് വരാൻ കാരണങ്ങളുമുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ചാപ്റ്ററാണ് ദ ഇന്നെവിറ്റബിൾ ക്രോസ് ഓവർ. നായകനും വില്ലനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം, അത് ഇന്നെവിറ്റബിളാണ്. എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ കഥയിൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു രംഗം. നായകനും വില്ലനും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ദാറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് സീൻ. എങ്ങനെ സ്റ്റാൻലി നത്തൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നു എന്നുള്ളത്. അവിടെ മുതൽ പിന്നെ സ്റ്റാൻലിയുടെ ആ ഒരു മൈൻഡ് അങ്ങോട്ട് പോയി. ഹീ ഗെറ്റ്സ് സ്കാഡ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ അവോയ്ഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ഹാഫ് പോകുന്നതും ക്ലൈമാക്സിൽ ചെന്ന് അവസാനിക്കുന്നതും. ക്ലൈമാക്സിൽ ചെന്ന് അവസാനിക്കുമ്പോഴും അപ്പോഴും ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് മറ്റേ ക്രെഡിറ്റ്സൊക്കെ കാണിച്ച് സിനിമ അവസാനിപ്പിച്ച് ഓഡിയൻസിനോട് ടാറ്റ ബൈ ബൈ പോയി കിടന്ന് തുടങ്ങിക്കുമെന്ന് പറഞ്ഞു പോകുന്നത്. റിവ്യൂസൊക്കെ ഒരുപാട് കണ്ടു. ചിലർക്ക് മിക്സഡ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഇതെന്ത് ഇത്ര വലിയ ഹൈപ്പൊന്നും കൊടുക്കേണ്ട പടമൊന്നുമല്ല, എന്നാലും ചിലർ മൈൻഡ് ബ്ലോയിങ് സിനിമ. യെസ്, ഓഫ് കോഴ്സ് മമ്മൂക്കയുടെ അഭിനയം ഇതിലും ടോട്ടലി മൈൻഡ് ബ്ലോയിങ് തന്നെയാണ്. നാഗർകോയിൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ള ആ ഒരു പ്രത്യേക ശൈലി ഉണ്ടല്ലോ, സംസാരിക്കുന്ന രീതി, അതൊക്കെ നല്ല ആപ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ടോട്ടലി നൈസ്. അതിൻ്റെ ആൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട അക്കോർഡ്, പഴയ 1970, 1993 മോഡലുള്ള ഒരു പഴയ ഹോണ്ട അക്കോർഡ്, പോളിഷ് ചെയ്ത് നല്ല വൃത്തി കൊണ്ട് നടക്കുന്ന. പിന്നെ സൈക്കോപാത്സൊക്കെ സാധാരണ രീതിയിൽ ഒട്ടുമിക്ക സിനിമകളിൽ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഒരു പ്രത്യേക പാട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൂളുമായിട്ട് കൊണ്ടുനടക്കും. ഇതിലൊരു തമിഴ് സോങ് ഉണ്ട്, ഒരു പ്രത്യേക ടേപ്പ് പ്ലെയർ എന്തോ സാധനം, ഒരു മഞ്ഞ കളർ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ടോട്ടലി നൈസ്. ആൻഡ് എടുത്ത് പറയേണ്ടത് വിനായകൻ്റെ കമ്പാക്ക് തന്നെയാണ്. ധ്രുവ നച്ചരിത് എന്ന് പറയുന്ന സിനിമ ഇന്നിറങ്ങും നാളെ ഇറങ്ങുമെന്ന് പറഞ്ഞ് 5 വർഷം എങ്ങാണ്ടായി കക്ഷി അവരുടെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിൽ കക്ഷിക്ക് നല്ലൊരു വില്ലൻ കഥാപാത്രമുണ്ട് വിനായകൻ, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വിനായകനുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തും മറ്റൊന്നും മറിച്ചതൊക്കെ ഇറങ്ങിയത്.
അതിൻ്റെ ഒരു നല്ല യൂ ടേണാണ് ഈ ഒരു സിനിമ, ഈ ഒരു ക്യാരക്ടർ നത്തൻ. ഇനി വരാൻ പോകുന്നത് ആട് 3 എന്ന് പറയുന്നതും അടിപൊളി, ലൈക്ക് ഒരു കമ്പാക്ക് ഉണ്ട് രക്ഷിക്കത്തിൽ. സോ ഗൈസ്, സിനിമ തിയേറ്ററിൽ പോയി കാണുക വേണ്ടിയോ എന്നുള്ളത്, യെസ്, ഐ വുഡ് ടോട്ടലി റെക്കമെൻഡ് യു ഗൈസ് ടു ഗോ ആൻഡ് ഹെഡ് ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഒരു OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മുടെ സീറ്റിലിരിക്കുമ്പോൾ, നമ്മൾ ഓഡിയൻസിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം, വാശി, സങ്കടം അങ്ങനെയൊന്നും ഇല്ല ഇതിൽ. ലൈക്ക് കഥ കണ്ടിരുന്ന് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സ്റ്റോറി ടെല്ലിങ്, ദാറ്റ് വാസ് ടോട്ടലി ബ്രില്യൻറ്റ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ടതാണ് ഇതിലെ അഭിനയ രംഗങ്ങൾ. മമ്മൂട്ടി, സ്റ്റാൻലി, നത്തൻ, വിനായകൻ, ഈ 2 ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്ത രീതിയും, പിന്നെ ഒരു നീണ്ട നിരയിലുള്ള ഒരു 10, 12, 20 നായികമാരെന്ന് പറയാൻ പറ്റില്ല, ഇരകളിങ്ങനെ വന്നു പോണതും, ലൈക്ക് ഓരോരുത്തർക്കും ലൈക്ക് എല്ലാവരും കാണാൻ നല്ല ഭംഗി. പിന്നെ കൊള്ളാം, സിനിമ ടോട്ടലി കൊള്ളാം. സോ ഗൈസ്, എൻ്റെ റെക്കമെൻഡേഷൻ, യു ഗൈസ് ഷുഡ് ഗോ ഹെഡ് ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഹെഡ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ഫോർ pulling up such